ലോകത്തിൻ്റെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. യേശുക്രിസ്തു മരണത്തെയും പാപത്തെയും ലോകത്തെയും സാത്താനെയും ജയിച്ച് ജയാളിയായി ഇന്നും ജീവിക്കുന്നു. താൻ മുഖാന്തരം ആരൊക്കെ ദൈവത്തോട് അടുക്കുന്നുണ്ടോ അവർക്കെല്ലാം വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പക്ഷവാദം ചെയ്തുകൊണ്ട് അവിടുന്ന് സദാ ജീവിക്കുന്നു. ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ അഭിമാനിച്ച, ആ ക്രിസ്തുവിൻ്റെ ക്രൂശ് പ്രസംഗിക്കുന്നതിൽ ഒത്തിരി സന്തോഷിച്ച ഒരു മനുഷ്യനാണ് പൗലോസ്. പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ആവശ്യം അടയാളം ആയിരുന്നു, യവനന്മാർക്ക് താല്പര്യം ജ്ഞാനം ആയിരുന്നു. ജ്ഞാനം അന്വേഷിക്കുകയും അടയാളം ചോദിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൻ്റെ നടുവിൽ പൗലോസ് പ്രസംഗിച്ചത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഈ പ്രസംഗം യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യഹൂദന്മാർക്ക് ഇടർച്ചയായിട്ട് മാറിയത്? അവരുടെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം അല്ലായിരുന്നു ഈ മരണം. ഒരു രക്ഷകൻ ക്രൂശിൽ മരിക്കുമോ? അവർ പ്രതീക്ഷിച്ചിരുന്ന മശിഹ ക്രൂശിൽ ദയനീയമായി മരിക്കും എന്നുള്ള ചിന്ത അവർക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം അവർക്ക് ഇടർച്ചയായിട്ട് മാറിയത്. ജാതികൾക്ക് ഈ സംഭവം ഒരു പോഷത്വമായിട്ടാണ് തോന്നിയത്. കുറ്റവാളികളാണല്ലോ കുരിശിൽ തറയ്ക്കപ്പെടുന്നത്, കുറ്റവാളികളെയാണല്ലോ കുരിശിൽ തൂക്കിക്കൊല്ലുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിനെ ഒരു കുറ്റവാളിയെപ്പോലെ ക്രൂശിൽ തറച്ച് കൊല്ലുന്നതിലൂടെ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷിപ്പാൻ സാധിക്കുന്നു? ഈ ചിന്ത അവരുടെ ജ്ഞാനത്തിൽ നിന്നുള്ള ചിന്തയായിരുന്നു. ഇത് അവർ പ്രാപിച്ച ജ്ഞാനത്തിന് നിരക്കുന്നതായിരുന്നില്ല ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. അതുകൊണ്ട് അവർ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ പ്രസംഗം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ അവർക്ക് ഭോഷത്വമായിട്ട് തോന്നി. എന്നാൽ വിളിക്കപ്പെട്ട ഏവർക്കും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ദൈവശക്തി ആകുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് പൗലോസ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന് ചോദിച്ചാൽ, പൗലോസ് അത് പ്രസംഗിക്കണം എന്ന് എന്തുകൊണ്ട് മറ്റുള്ളവരോട് പ്രബോധിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിച്ചവൻ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചെങ്കിൽ മാത്രമേ ആളുകൾക്ക് പാപമോചനവും നിത്യജീവനും ലഭ്യമാവുകയുള്ളൂ. അപ്പം നുറുക്കിക്കൊടുത്ത ക്രിസ്തുവിനെ ഇന്ന് ധാരാളം ആളുകൾ പ്രസംഗിക്കുന്നുണ്ട്. പട്ടിണി മാറ്റുന്ന ക്രിസ്തു, രോഗം മാത്രം സൗഖ്യമാക്കുന്ന ക്രിസ്തു, അങ്ങനെ പലരുടെയും പ്രസംഗ വിഷയങ്ങൾ രോഗശാന്തി തരുന്ന ക്രിസ്തുവും പട്ടിണി മാറ്റുന്ന ക്രിസ്തുവും വെള്ളത്തിൻ്റെ മീതെ നടക്കുന്ന ക്രിസ്തുവും വെള്ളത്തെ വീഞ്ഞാക്കുന്ന ക്രിസ്തുവുമൊക്കെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. യേശു വെള്ളത്തെ വീഞ്ഞാക്കിയിരുന്നു. യേശു മരണത്തെ തോൽപ്പിച്ച് മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. യേശു 5 അപ്പം കൊണ്ട് 5000-ങ്ങൾക്ക് ആഹാരം കൊടുക്കുകയും അവരെ പോഷിപ്പിക്കുകയും പിന്നത്തേതിൽ ശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. യേശു ഒരു വീട്ടിൽ ചെന്നപ്പോൾ വീഞ്ഞിൻ്റെ പോരായ്മ കണ്ട സന്ദർഭത്തിൽ ആ വീടിനെ നിന്ന മാറ്റുവാൻ വെള്ളം വീഞ്ഞാക്കി കൊടുത്തിരുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. യേശുവിൻ്റെ ദൈവത്വത്തിൽ യേശു അതൊക്കെ ചെയ്തിരുന്നു. അമാനുഷികമായ കാര്യങ്ങൾ ചെയ്ത ക്രിസ്തു തീർച്ചയായും പ്രസംഗിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. എന്നാൽ പൗലോസിൻ്റെ പ്രസംഗം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. കാരണം ക്രൂശിക്കപ്പെട്ടത് യേശുവാണ്. യേശു എന്തിനു ക്രൂശിക്കപ്പെട്ടു? യേശു ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് ജനങ്ങൾക്ക് എന്തു നേട്ടം ഉണ്ടായി? ഇതിനെക്കുറിച്ചായിരുന്നു പൗലോസ് പ്രസംഗിച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, പാപത്തിൽ
ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന സകല മനുഷ്യരെയും പാപക്ഷമ നൽകി പാപം പുറത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി, പുതു സൃഷ്ടികളാക്കി, ദൈവകുടുംബത്തിൽ അംഗങ്ങളാക്കി, ഒരു പകരക്കാരനെ പോലെ ആ ക്രൂശുമരണം ആയിരുന്നു എന്നുള്ളത് നാം ആരും മറക്കുവാൻ പാടുള്ളതല്ല. ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ, ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന് യാതൊരു മൂല്യവും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അത് വിളിക്കപ്പെട്ട ഏവർക്കും ദൈവത്തിൻ്റെ ശക്തി തന്നെ എന്ന് തിരിച്ചറിയണം. ഇന്ന് ലോകം മുഴുവൻ ദുഃഖവെള്ളിയാഴ്ച കൊണ്ടാടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ആചാരം മാത്രമായിട്ട് അത് അധപ്പതിക്കുമ്പോൾ വാസ്തവത്തിൽ ക്രിസ്തു എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് ചിന്തിച്ച് ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ട് നിത്യജീവൻ പ്രാപിച്ച് പാപക്ഷമ പ്രാപിച്ച് ദൈവകുടുംബത്തിൽ അംഗമായി തീരുവാൻ ഈ വചനങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.